ഭൂലോക പരദൂഷണക്കാരിയായിട്ടുള്ള ശ്രീദേവിക്കുള്ള കൊട്ടുന്നല മീനാക്ഷി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം ട്യൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മീനാക്ഷി കൊടുത്ത കൊട്ടിൽ ശ്രീദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിച്ചണിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോമതിയും മെയിൻ ചെയ്യാൻ പോകണില്ല, ആര്യയും മെയിൻ ചെയ്യാൻ പോകണില്ല, ആരും മെയിൻ ചെയ്യാനൊന്നും പോകണമെന്നില്ല. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആകാശാണ് കടയിൽ വരുന്ന സമയത്ത് കൃഷ്ണേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ അങ്ങനെ വിഷമിക്കണത്? നിൻ്റെ അച്ഛനല്ലേ അങ്ങനെ പറഞ്ഞത്, നീ അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് ബാലനെ അറിഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്ന സമയത്താണ് ബാല അങ്ങോട്ട് കടലിലേക്ക് കയറി വരുന്നത്. അപ്പം തന്നെ കൃഷ്ണേട്ടനും ആകാശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് ഓടാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ബാലനോട് ചോദിക്കണം, ബാല നീ ഇന്ന് പോകണ്ടോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്? ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആകാശന് വിടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനൊക്കെ എന്തിനാണ് വിടുന്നത്? ഇവനെപ്പോലുള്ള ഒരു മരവാഴനൊക്കെ വിടുന്നതിലും വേറെ ഞാൻ തന്നെ പോകണമെന്നാണ്, 10 പൈസക്ക് ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയണ ആകാശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കണമെങ്കിൽ നമ്മുടെ മിത്രയാണെങ്കിൽ ആര്യ മേടിച്ചു കൊടുത്ത ആ ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ കണ്ണാടിയുടെ മുന്നിൽ ഷൈൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇതൊന്നും എനിക്ക് നല്ല ചേർച്ചുണ്ടോ, ഞാനിപ്പോൾ സുന്ദരിയായിട്ടോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വരികയാണ് ഗോമതിയും മീനാക്ഷി ചോദിക്കണം, ആയി നല്ല രസമുള്ളോ, ആര് മേടിച്ചെന്ന ചുരിദാറാണ് നോക്കുമ്പോൾ അതേന്ന് പറയണം. ആ സമയത്താണ് നമ്മുടെ ശ്രീദേവി കടയിലേക്ക് ബാലന് കൊടുക്കാനുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് ഓടിപ്പടഞ്ഞിട്ട് അവരൊക്കെ തട്ടിയിട്ടിട്ട് പോവാണ് കേട്ടോ സുഹൃത്തുക്കൾ. എന്താ പറയുക, കാട്ടുപന്നി പാഞ്ഞു പോണ പോലെ ഒരു പോക്കാണ് അങ്ങോട്ട് പോകുന്നത്. ഭൂലോക പരദൂഷണക്കാരിയാണ് ഈ പറയുന്ന ശ്രീദേവി. ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാർ, എല്ലാവരും ലൈക്ക് അടിക്കണം.